ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ ചാനൽ ക്രിയേറ്റീവ് സായി. എൻ്റെ ചാനൽ ആദ്യമായി കാണുകയാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യുക. അതിൽ ഓൾ എന്നത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഞാനിടുന്ന പുതിയ വീഡിയോസ് നിങ്ങൾക്ക് കാണാവുന്നതാണ്. ഇന്നത്തെ വീഡിയോ യൂട്യൂബിൽ ഇതുവരെ ആരും ചെയ്യാത്ത ഒരു അടിപൊളി ക്രാഫ്റ്റാണ്. അതിനായിട്ട് ഞാൻ എടുത്തിരിക്കുന്നത് പുതിയ ടി വി ഒക്കെ വാങ്ങുമ്പോൾ കിട്ടുന്നൊരു കാർഡ്ബോർഡാണ്. അതിൽ പെൻസിൽ കൊണ്ട് ഒരു ഔട്ട്ലൈൻ സ്കെച്ച് ഞാൻ കൊടുത്തിട്ടുണ്ട്. മോഹിനിയാട്ടമാണ് ഞാൻ ഇവിടെ കൊടുത്ത ഔട്ട്ലൈൻ സ്കെച്ച്. ഫോണിൽ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ഒരുപാട് ഔട്ട്ലൈൻ സ്കെച്ച് കിട്ടുന്നതാണ്. ഫസ്റ്റ് ഞാനിവിടെ കൊടുക്കുന്നത് സ്കിൻ കളറാണ്, അതായത് ഫേസിലും കൈകളിലും കഴുത്തിലാണ്. അതിനുശേഷം ക്ലേ ആണ് പൊട്ടിക്കുന്നത്. എൻ്റെ ചാനലിൽ ക്രിയേറ്റീവായിട്ടുള്ള വീഡിയോസ് മാത്രമേ അപ്ലോഡ് ചെയ്യുന്നുള്ളൂ. അതുകൊണ്ട് ഇത് കാണുന്ന ഫ്രണ്ട്സ് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇത് ഹോം മെയ്ഡ് ക്ലേ ആണ്. ഇതിൻ്റെ മേക്കിംഗ് വീഡിയോ ഞാൻ എൻ്റെ ചാനലിൽ ഇട്ടിട്ടുണ്ട്. കാണാത്തവർക്ക് വേണ്ടി ഞാൻ ഐ കാർഡിലും അതുപോലെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇടുന്നതാണ്. ഓർണമെൻറ്റ്സിൻ്റെ ഷേപ്പിൽ ഞാനിവിടെ ക്ലേ ഒട്ടിച്ചു കൊടുക്കുകയാണ്. ഓർണമെൻറ്റ്സിന് മാത്രമേ ഇവിടെ ക്ലേ ഉപയോഗിക്കുന്നുള്ളൂ. ക്രാഫ്റ്റ് ക്രിയേറ്റീവ് ഇരിക്കാൻ വേണ്ടിയിട്ടാണ് ഇവിടെ ക്ലേ ഉപയോഗിക്കുന്നത്. എൻ്റെ ചാനലിൻ്റെ പേര് പോലെ തന്നെ ക്രിയേറ്റീവ് ആയിട്ടുള്ള ക്രാഫ്റ്റ്സ് വീഡിയോസ് മാത്രമേ അപ്ലോഡ് ചെയ്യുന്നുള്ളൂ. എൻ്റെ വീഡിയോയിലെ മിക്ക ക്രാഫ്റ്റ്സ് എന്ന് പറയുന്നത് വേസ്റ്റ് മെറ്റീരിയൽസ് കൊണ്ടാണ്. അല്ലാതെ ക്രാഫ്റ്റിനായിട്ട് ഞാൻ ഒരുപാട് ചിലവ് ഇതിൽ ചെയ്യുന്നില്ല. പശയും പെയിൻറ്റും നമ്മളുടെ കയ്യിൽ ഓൾറെഡി ഉള്ള സാധനങ്ങളാണ്. ബാക്കിയുള്ള ക്രാഫ്റ്റ് എന്ന് പറയുന്നത് വേസ്റ്റ് മെറ്റീരിയൽസ് ആണ്. വേസ്റ്റ് മെറ്റീരിയൽസിനെ എങ്ങനെ റീക്രിയേറ്റ് ചെയ്യുന്നതാണ് എൻ്റെ ക്രാഫ്റ്റിലൂടെ നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നത്. അതുകൊണ്ട് തന്നെ എൻ്റെ ചാനൽ സപ്പോർട്ട് ചെയ്യുക. ഇനി ക്ലേ ഉണങ്ങുന്ന മുമ്പ് നമുക്ക് ഡീറ്റെയിൽ വർക്ക് കൊടുക്കാവുന്നതാണ്. അപ്പോൾ ഇതിൻ്റെ ടൂൾസ് ഇല്ലെന്ന് പറഞ്ഞാൽ ആരും വിഷമിക്കരുത്. നമ്മുടെ കയ്യിലുള്ള ടൂൾസ് വെച്ചിട്ട് തന്നെ നമുക്കിത് ഡീറ്റെയിലിംഗ് ചെയ്യുന്നതാണ്. അപ്പോൾ ഞാനിവിടെ എടുത്തിരിക്കുന്നത് സ്കെച്ച് പെൻ്റെ ക്യാപ്പ്, ഗ്ലൂവിൻ്റെ ക്യാപ്പ്, പിന്നെ റീഫില്ലറിൻ്റെ ട്യൂബ്, അതുപോലെ തന്നെ ടൂത്ത് പിക്ക്. ഇതൊക്കെ കൊണ്ട് നമുക്ക് ഡീറ്റെയിൽ വർക്ക് കൊടുക്കാവുന്നതാണ്. കാശിമാലയുടെ ഡിസൈനായിട്ട് ഞാൻ ഗ്ലൂവിൻ്റെ ക്യാപ്പ് ഉപയോഗിച്ചിട്ട് റൗണ്ട് കൊടുക്കുകയാണ്. അതിനുശേഷം ഈ റൗണ്ടിന് ചുറ്റും വരുന്ന ബാക്കി ക്ലേ നമുക്കൊന്ന് മാറ്റി കൊടുക്കാം. നെറ്റിച്ചുട്ടിയിലെ സ്റ്റോൺസിൻ്റെ വർക്കിനായിട്ട് ഞാനിവിടെ റീഫില്ലർ വെച്ചിട്ട് ഡീറ്റെയിലിംഗ് കൊടുക്കുകയാണ്. സ്കിന്നിൻ്റെ കളർ നമ്മൾ ആദ്യമേ കൊടുക്കാൻ കാരണം ഈ ഒരു ഓർണമെൻറ്റ്സ് ഉണങ്ങിക്കഴിഞ്ഞാൽ അതിൻ്റെ ഇടയ്ക്കുള്ള കുഞ്ഞു കുഞ്ഞു ഗ്യാപ്പുകളിലൊന്നും നമുക്ക് സ്കിന്നിൻ്റെ കളർ കൊടുക്കാൻ പറ്റില്ല. അപ്പോൾ അതിന് മുമ്പ് ചെയ്യുന്നതാണ് ഏറ്റവും ബെറ്റർ. പ്രത്യേകം ശ്രദ്ധിക്കാനുള്ളത്, ഈ ഒരു ചൂട് സമയത്ത് ക്ലേ ഒരു അരമണിക്കൂർ ആകുമ്പം ഉണങ്ങാൻ തുടങ്ങും. അപ്പോൾ അതിന് മുമ്പായിട്ട് നമുക്ക് എത്രത്തോളം ഡീറ്റെയിലിംഗ് വർക്ക് ചെയ്യാനുണ്ടോ അത് ഇതിൽ കൊടുക്കാവുന്നതാണ്. ഒരു മണിക്കൂർ നല്ല വെയിലത്ത് വെച്ച് ഉണക്കിയെടുത്തതാണ് ഇപ്പോൾ ഈ കാണുന്നത്. ഇനി ഓർണമെൻറ്റ്സിന് ഗോൾഡ് കളർ കൊടുക്കുന്ന മുമ്പേ നമുക്ക് ബ്ലാക്ക് കളർ അപ്ലൈ ചെയ്യാം. കാരണം ബ്ലാക്ക് ഒരു ബേസ് കോട്ടായിട്ട് കൊടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ മേളിൽ ഗോൾഡ് കളർ കൊടുത്ത് നന്നായിട്ട് ബ്രൈറ്റൺ ചെയ്യും. ബ്ലാക്ക് പെയിൻറ്റ് നന്നായിട്ട് ഉണങ്ങിയതിന് ശേഷമേ ഗോൾഡ് പെയിൻറ്റ് അപ്ലൈ ചെയ്യാവൂ. ബ്ലാക്ക് പെയിൻറ്റ് നന്നായിട്ട് ഉണങ്ങിയതിന് ശേഷം ഇതിലേക്ക് ഗോൾഡ് പെയിൻറ്റ് കൊടുക്കാവുന്നതാണ്. ഗോൾഡ് പെയിൻറ്റ് ഉണങ്ങിയതിന് ശേഷം അതിൽ വരുന്ന സ്റ്റോൺസിന് ഗ്രീൻ, റെഡ്, വൈറ്റ് കളർ കൊടുക്കാവുന്നതാണ്. അതോടൊപ്പം പൊട്ടിനും ചുണ്ടിനും കൈകളിലെ ഡിസൈനിനും ഞാനിവിടെ ചുവപ്പ് കളർ കൊടുക്കുന്നുണ്ട്.
മൂക്കുത്തിയിലെ വെള്ളക്കല്ല് തിളങ്ങുന്നതിനായിട്ട് ഞാൻ ഇവിടെ വൈറ്റ് പെയിന്റ് ഉപയോഗിച്ചിട്ട് ചെറിയൊരു വരകൾ കൊടുക്കുകയാണ്. ഇനി ഡ്രസ്സിൻ്റെ ടോപ്പ് ഭാഗത്തും അതുപോലെ 2 കൈകളിലും വൈറ്റ് പെയിന്റ് കൊടുക്കാവുന്നതാണ്. ഡ്രസ്സിൻ്റെ ടോപ്പ് ഭാഗത്ത് വരുന്ന പ്ലീറ്റ്സ് നമുക്കിവിടെ ബ്ലാക്ക് പെയിന്റ് ഉപയോഗിച്ച് വരച്ചു കൊടുക്കാം. അതിനുശേഷം ഞാനിവിടെ ബാക്ക്ഗ്രൗണ്ട് പെയിൻറ്റിങ് കൊടുക്കുകയാണ്. അതിൻ്റെ വീഡിയോ എനിക്ക് മിസ്സായി പോയിട്ടുണ്ട്. അപ്പം നിങ്ങൾക്ക് ഓരോരുത്തർക്കും ഇഷ്ടമുള്ള ബാക്ക്ഗ്രൗണ്ട് കൊടുക്കാവുന്നതാണ്. ഈ ക്രാഫ്റ്റിൻ്റെ മെയിൻ ഹൈലൈറ്റ് എന്ന് പറയുന്നത് വൈറ്റ് ക്ലോത്താണ്. അപ്പോൾ ഞാൻ സ്കെയിൽ ഉപയോഗിച്ചിട്ട് ഓരോ സെൻറ്റിമീറ്ററും ഈ ക്ലോത്തിൻ്റെ മേൽഭാഗത്തും താഴ്ഭാഗത്തും അടയാളപ്പെടുത്തി കൊടുക്കുകയാണ്. അതിനുശേഷം ഞാൻ മേളിലും താഴെയും ഈ ഒരു വര അനുസരിച്ച് പ്ലീറ്റുകൾ ഇട്ട് കൊടുക്കുകയാണ്. ഏത് പശ ഉപയോഗിച്ചും നിങ്ങൾക്ക് ഒട്ടിച്ചു കൊടുക്കാവുന്നതാണ്. അപ്പം ഞാൻ ഇപ്പോൾ എളുപ്പപ്പണിക്ക് വേണ്ടി ഗ്ലൂ ഗണ്ണാണ് ഉപയോഗിച്ചിരിക്കുന്നത്. പിന്നെ വൈറ്റ് ക്ലോത്ത് എടുക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് നമ്മുടെ ഈ ഒരു ബോട്ട ഭാഗത്തിനേക്കാളും കുറച്ചുകൂടെ നീളം കൂടിയിട്ട് വേണം വൈറ്റ് ക്ലോത്ത് എടുക്കാനായിട്ട്. നമ്മളിവിടെ ചെയ്യുന്ന മോഹിനിയാട്ടം അരമണ്ഡലത്തിലിരിക്കുന്നതാണ്. അപ്പോൾ ഇവിടെ സൈഡുകൾ ഒട്ടിക്കുന്നതിന് മുമ്പായിട്ട് 2 ബോൾ ന്യൂസ് പേപ്പർ ഈ തുണിയുടെ ഉള്ളിലായിട്ട് വച്ചു കൊടുക്കേണ്ടതാണ്. അതായത് ഒരു പഫ് ഷേപ്പ് കിട്ടുന്നതിനായിട്ട്. അപ്പോൾ ഞാനിവിടെ വീഡിയോ എടുക്കാൻ അത് വിട്ടുപോയിട്ടുണ്ട്. അപ്പോൾ ചെയ്യുമ്പോൾ നിങ്ങൾ ന്യൂസ് പേപ്പർ അതായത് നമ്മുടെ മുട്ട് വരുന്ന ഭാഗത്ത് 2 സൈഡ് ന്യൂസ് പേപ്പർ ഒട്ടിച്ചു കൊടുക്കേണ്ടതാണ്. ഇത് ഗോൾഡൻ പേപ്പറാണ്. ഷോപ്സിൽ 3 രൂപ 5 രൂപയ്ക്ക് കിട്ടുന്നതാണ്. അപ്പോൾ മോഹിനിയാട്ടത്തിൽ ഡ്രസ്സിൻ്റെ ബോട്ടം ഭാഗത്ത് വരുന്ന ഗോൾഡൻ വർക്കിന് വേണ്ടിയിട്ട് ഞാനിവിടെ സ്കെയിൽ ഉപയോഗിച്ചിട്ടുള്ള റെക്റ്റാങ്കിൾ പീസുകൾ ഇവിടെ കട്ട് ചെയ്തെടുക്കുകയാണ്. അതിനുശേഷം ഞാനിവിടെ സ്റ്റെപ്സ് പോലെ ഇങ്ങനെ പടികൾ പോലെ ആക്കി കൊടുക്കുകയാണ്. എന്നിട്ട് ഏറ്റവും താഴ്ഭാഗത്ത് ഞാനിവിടെ ഒട്ടിച്ചു കൊടുക്കുകയാണ്. നേരത്തേക്കാളും അല്പം വലിപ്പം കുറഞ്ഞതാണ് ഇതിന് തൊട്ടു മുകളിലായിട്ട് ഒട്ടിച്ചു കൊടുക്കുന്നത്. ഇനി കയ്യിൽ 2 ബോർഡറിലായിട്ട് ഒട്ടിച്ചു കൊടുക്കാം. ഒട്ടിക്കുന്നതിന് മുമ്പായിട്ട് നമുക്ക് എത്രത്തോളം ഗോൾഡ് പേപ്പർ വേണോ അതനുസരിച്ച് നമുക്ക് നേരത്തെ വരച്ചിട്ട് ഒട്ടിക്കുന്നതാണ് ഏറ്റവും എളുപ്പം. കുറച്ചുകൂടെ വീതിയുള്ള പേപ്പറിൽ പ്ലീറ്റ് കൊടുത്തതാണ് ഇപ്പോൾ വയ്ക്കുന്ന ഈ ഒരു പേപ്പർ. ഗോൾഡ് പേപ്പർ മാക്സിമം നീളമുള്ളത് വേണം ഒട്ടിക്കാൻ എടുക്കാൻ. ഇല്ലെങ്കിൽ നമ്മൾ ഒട്ടിക്കുന്ന സമയത്ത് തുണി വലിഞ്ഞു പോകും. അതുകൊണ്ട് നമ്മൾ മാക്സിമം എത്രത്തോളം നീളം എടുക്കാൻ പറ്റുന്നു അത്രത്തോളം എടുത്ത് ഒട്ടിക്കാം. എന്നിട്ട് ചെറിയൊരു കർവ് ഷേപ്പ് കൊടുക്കാനും ശ്രദ്ധിക്കുക. ചുമരിൽ ഹാങ് ചെയ്യാൻ വേണ്ടിയിട്ട് കാർഡ്ബോർഡിൻ്റെ ബാക്ക് ഭാഗത്ത് ഒരു നൂല് ഞാൻ റൗണ്ട് ചെയ്ത് 2 സൈഡിലായിട്ട് ഒട്ടിച്ചു കൊടുക്കുകയാണ്. ഗോൾഡൻ ലേസ് ഉപയോഗിച്ചിട്ട് ഞാൻ 4 സൈഡും ഒട്ടിച്ചു കൊടുക്കുകയാണ്. ടിഷ്യൂ പേപ്പർ കൊണ്ടുണ്ടാക്കിയ പൂക്കൾ ഞാൻ തലയിൽ ഒട്ടിച്ചു കൊടുത്തിട്ടുണ്ട്. ബോട്ടം ഭാഗത്ത് ന്യൂസ് പേപ്പർ ബോൾ വെച്ച ഇങ്ങനെ ഇരിക്കും. കറക്റ്റ് അരമണ്ഡലത്തിൽ ഇരിക്കുന്ന പോലെ. മോഹിനിയാട്ടം റെഡി. ഇതുവരെ ആരും യൂട്യൂബിൽ ചെയ്യാത്തൊരു ക്രാഫ്റ്റ് ആയിട്ടാണ് ഇന്നത്തെ വീഡിയോ. അപ്പോൾ എൻ്റെ ഈ വെറൈറ്റി വീഡിയോ ഇഷ്ടമായാൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. എൻ്റെ ചാനൽ ആദ്യമായി കാണുകയാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക.
തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യുക. അതിൽ ഓൾ എന്നത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഞാനിടുന്ന പുതിയ വീഡിയോസ് നിങ്ങൾക്ക് കാണാവുന്നതാണ്. താങ്ക്സ് ഫോർ വാച്ചിങ്.